ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഓർഡർ വൗച്ചേഴ്സാണ്. 2 ഓർഡർ വൗച്ചേഴ്സാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്, പർച്ചേസ് ആൻഡ് സെയിൽസ് ഓർഡർ. അപ്പോൾ നമുക്ക് ടാലിയിലോട്ട് പോകാം. എങ്ങനെയാണ് പർച്ചേസ് സെയിൽ ഓർഡർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ടാലിയിൽ ഓർഡർ വൗച്ചേഴ്സ് ചെയ്യാനായിട്ട്, അതായത് പർച്ചേസ് ഓർഡർ ആൻഡ് സെയിൽസ് ഓർഡർ ചെയ്യാനായിട്ട് ബൈ ഡിഫോൾട്ട് ഇതിന് ഡിസേബിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഇനേബിൾ ചെയ്യാൻ ആദ്യമേ നമുക്ക് F11 ഫീച്ചേഴ്സിൽ പോകാം. കമ്പനി ഫീച്ചേഴ്സ് എടുക്കുക. കമ്പനി ഫീച്ചേഴ്സിനകത്ത് ഇൻവെൻറ്ററി ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുക. ഇൻവെൻറ്ററി ഫീച്ചേഴ്സ് ഓർ F2, അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് F2 ആണ്. അപ്പോൾ ഇൻവെൻറ്ററി ഫീച്ചേഴ്സിനകത്ത് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാവും. ഓർഡർ പ്രോസസ്സിങ്ങിനകത്ത് 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇനേബിൾ ചെയ്യാനുള്ളത്. ഇനേബിൾ പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗ്, ഇനേബിൾ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ്. പർച്ചേസ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗ് എസ് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ സെയിൽ ഓർഡർ പ്രോസസ്സിംഗ് എസ് ആക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പർച്ചേസ് ഓർഡറും സെയിൽ ഓർഡറും ചെയ്യാൻ സാധിക്കൂ. അപ്പം ഞാൻ രണ്ടും ഇനേബിൾ ചെയ്യുവാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുക. കൺട്രോൾ A കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ചെയ്ത് സ്ക്രീനിൻ്റെ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചോദിക്കും, അവിടെ വന്ന് എസ് കൊടുത്താലും മതിയാവും. അപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് എസ്കേപ്പ് ചെയ്ത് ഞാൻ ബാക്കിലോട്ട് വരുവാണ്, ഗേറ്റ്വേ ടാലിയിലോട്ട് വരുവാണ്. ഇപ്പോൾ ഗേറ്റ്വേ ടാലിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓർഡർ വൗച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വൗച്ചർ ടൈപ്പ് കൂടെ നമുക്ക് അവിടെ എനേബിൾ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഓർഡർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്യുക. എൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് E ആണ്. അപ്പോൾ ഈ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ കഴ്സർ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്തു, ഓർഡർ വൗച്ചേഴ്സ് എടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സെയിൽ ഓർഡറാണ് ബൈ ഡിഫോൾട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് പർച്ചേസ് ഓർഡറാണ്. പർച്ചേസ് ഓർഡർ ചെയ്യാനായിട്ട് എൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് Alt+F4 ആണ്. Alt+F4 എടുക്കാം. ഈ പർച്ചേസ് ഓർഡർ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ, ഒരു സപ്ലയറിന് നമ്മൾ ഓർഡർ ചെയ്യുവാണ്. അത് എനിക്കൊരു പർട്ടിക്കുലർ ഡേറ്റിൽ, ഒരു നെക്സ്റ്റ് മന്ത് എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് വേണം, കുറച്ച് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കുറച്ച് ഗുഡ്സ് എനിക്ക് വേണം. അപ്പോൾ ആ ഒരു ഡേറ്റിന് മുന്നേ, ഒരു നമ്പർ ഓഫ് ഡേയ്സിന് മുന്നേ തന്നെ ഞാനത് ഓർഡർ കൊടുക്കുവാണ് സപ്ലയറിന്. അതിനെയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇടാൻ പോകുന്ന എൻട്രി എന്ന് പറയുന്നത്, പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു സൺട്രി ക്രെഡിറ്റിന് ഓർഡർ കൊടുക്കുവാണ്. ഗാലക്സി M20 എന്ന് പറയുന്ന സ്റ്റോക്ക് 50 എണ്ണം വെച്ചിട്ട് ഓർഡർ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓർഡറിൽ നമുക്ക് സ്റ്റോക്കിൻ്റെ പേര് കൊടുക്കാം, പ്രൈസ് ഡീറ്റെയിൽസും കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സപ്ലൈൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷോർട്ട് കീ എന്തായിരുന്നു? Alt+F4 അടിച്ച് പർച്ചേസ് ഓർഡറിൽ വന്നു. ആസ് യൂഷ്വൽ എല്ലാ വൗച്ചേഴ്സിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം F2 കൊടുത്ത് നമുക്ക് വൗച്ചർ ഡേറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് 2/5 ഞാൻ ഓർഡർ ഡേറ്റ് കാണിക്കുവാണ്, വൗച്ചർ ഡേറ്റ് കാണിക്കുവാണ്. പാർട്ടി അക്കൗണ്ട് നെയിം നമ്മുടെ എന്തായിരുന്നു? പ്രൈം ട്രേഡേഴ്സ്. ഓൾറെഡി നമ്മൾ P അടിച്ചപ്പോൾ തന്നെ നമ്മുടെ ലിസ്റ്റ് ഓഫ് ലെജറിൽ വന്നിട്ടുണ്ട് കണ്ടോ, പ്രൈം ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന സപ്ലയറിനാണ് ഓർഡർ കൊടുക്കുന്നത്. പ്രൈം ട്രേഡേഴ്സിന് കൊടുക്കുവാണ്. പ്രൈം ട്രേഡേഴ്സ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് വരുന്നത് ഓർഡർ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ഒരു ഓർഡർ നമ്പർ കൊടുത്തിരുന്നത് 01 എന്ന് പറയുന്ന ഓർഡർ നമ്പറാണ് എക്സാമ്പിൾ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 01 കൊടുത്തു. അത് കഴിഞ്ഞ് പർച്ചേസ് ലെജർ എന്താണോ നമ്മുടെ പർച്ചേസ് ലെജർ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പർച്ചേസ് ഓൾറെഡി നമ്മുടെ ക്രിയേറ്റഡ് ആണ്, പർച്ചേസ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഏതാണ് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗാലക്സി M20 ആണ്. ഗാലക്സി M20 കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഡ്യൂ ആണെന്ന് പറഞ്ഞ ഡേറ്റ്, അതായത് നമ്മുടെ ഡ്യൂ ഡേറ്റ്, ഡെലിവറി ഡേറ്റ് എന്നാണ്, ലാസ്റ്റ് ഡേറ്റ്, അതൊരു ഡേറ്റ് കാണിക്കുക. അപ്പം ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഒരു 1/6/2020 ആണ് ഡ്യൂ ഡേറ്റ് കാണിക്കുന്നത്. ഡ്യൂ ഡേറ്റ് കാണിക്കുക. ഗോഡൗൺ, ഏത് ഗോഡൗണിലോട്ടാണ് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓർഡർ മാത്രമാണ്, ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ പർച്ചേസ് ചെയ്യും അല്ലേ. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഏത് ഗോഡൗണിലോട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഗോഡൗൺ നമുക്ക് കാണിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഗോഡൗൺ കാണിക്കുക. ഞാനിവിടെ ഗോഡൗൺ 1 സെലക്ട് ചെയ്തു. ഞാൻ ക്വാണ്ടിറ്റി, നമ്മുടെ എക്സാമ്പിളിൽ ക്വാണ്ടിറ്റി പറഞ്ഞത് 50 ആണ്. എമൗണ്ട് 20,000 തന്നെയാണ്. 20,000 കൊടുത്തു. ടോട്ടൽ വാല്യൂ വന്നിട്ടുണ്ട്. എൻറ്റർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പർച്ചേസ് ഓർഡർ. ദെൻ നറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ A കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഞാനിത് പർച്ചേസ് ഓർഡർ ചെയ്തു അല്ലേ. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു റിപ്പോർട്ട്, അതായത് നമ്മുടെ സ്റ്റോക്ക് സമ്മറി ആദ്യം ഞാൻ കാണിക്കുവാണ്. അതായത് ഞാൻ പർച്ചേസ് ഓർഡർ ചെയ്തു. പർച്ചേസ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്കിൽ ഒരു ഡിഫറൻസും വരില്ല, കാരണം ജസ്റ്റ് അതൊരു ഓർഡറാണ്. ഇനി ഈ പർച്ചേസ് ഓർഡർ ചെയ്തതിന് ശേഷം ഈ ഓർഡറിന് അഗെയിൻസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് സ്റ്റോക്കിൽ ഡിഫറൻസ് കാണിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പർച്ചേസ് ചെയ്ത് കാണിക്കും. അപ്പോൾ അതിൽ വരുന്ന ആ ഒരു വേരിയേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഞാൻ റിപ്പോർട്ട് എടുത്ത് കാണിക്കുന്നു. അപ്പം നമ്മുടെ റിപ്പോർട്ടിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഡിസ്പ്ലേക്കകത്ത് വരിക, ഇൻവെൻട്രി ബുക്സ്, അതിനകത്ത് സ്റ്റോക്ക് ഐറ്റം,
അപ്പോൾ നമ്മുടെ ഇതെന്തായിരുന്നു, ഗാലക്സി M20 ആണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ബാലൻസ് എന്ന് പറയുന്നത് 38 ആണ് ടോട്ടൽ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാനത് പർച്ചേസ് ചെയ്ത് കാണിക്കാം. പർച്ചേസ് ചെയ്യാൻ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വരിക, തിരിച്ച് അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വന്നു. അപ്പോൾ നമ്മൾ ചെയ്ത പർച്ചേസ് ഓർഡറിന് എഗെയിൻസ്റ്റ് ഞാനത് പർച്ചേസ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പർച്ചേസ് വൗച്ചർ എടുക്കുക. ഷോർട്ട് കീ എന്ന് പറയുന്നത് F9. പർച്ചേസ് വൗച്ചർ എടുത്തു. പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ്, അത് റിയൽ ആയിട്ട് നമുക്ക് സാധനം നമ്മൾ, അതായത് കംപ്ലീറ്റ് പ്രോസസ്സ്, നമ്മുടെ സർവീസ് അവിടെ എൻഡ് ആകുവാണ്. അപ്പോൾ കംപ്ലീറ്റ് പർച്ചേസ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്ന പർച്ചേസ് എന്ന് പറയുന്ന സർവീസ് നടന്ന ദിവസം. അപ്പോൾ അതിൻ്റെ വൗച്ചർ ഡേറ്റ് നമുക്ക് കാണിക്കാം. അപ്പം ഞാനൊരു 1/6/2020 കൊടുത്തു. ഇൻവോയ്സ് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻവോയ്സ് നമ്പർ കൊടുക്കാം. അത് കഴിഞ്ഞ് പാർട്ടി അക്കൗണ്ട് നെയിം, ഏതാണ് നമ്മുടെ പാർട്ടി, പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ പാർട്ടി അല്ലേ, സൺഡ്രി ക്രെഡിറ്റേഴ്സ്. സോ ഒന്ന് പ്രൈം ട്രേഡേഴ്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന സൺഡ്രി ക്രെഡിറ്ററിനകത്ത് എന്തെങ്കിലും ഓർഡേഴ്സ്, പർച്ചേസ് ഓർഡേഴ്സ് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേയിൽ വരും. അപ്പം നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 01 എന്ന് പറയുന്ന ഒരു ഓർഡർ ആയിരുന്നു നമ്മൾ റേസ് ചെയ്തത് അല്ലേ. അപ്പോൾ ആ ഒരു ഓർഡറിൻ്റെ നമ്പർ നമുക്ക് അവിടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർഡർ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അതായത് ഈ ഒരു ഓർഡറിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഒരു നോർമൽ പർച്ചേസ്, അത് ഓർഡർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്ത് സ്കിപ്പ് ചെയ്ത് പോകാം. പക്ഷേ നമ്മളൊരു ഓർഡറിന് എഗെയിൻസ്റ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓർഡർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു, ഓർഡർ നമ്പർ സെലക്ട് ചെയ്തു. ദെൻ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക, സ്കിപ്പ് ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓർഡർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട് കണ്ടോ. പർച്ചേസ് എല്ലാം ഇതെല്ലാം നമ്മൾ ഓൾറെഡി പർച്ചേസ് ഓർഡറിൽ കൊടുത്ത ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ വരും, നമ്മുടെ വൗച്ചറിൽ വന്നിട്ടുണ്ട്, പർച്ചേസ് വൗച്ചറിൽ. ഇനി ഇതിൽ ഞാൻ 50 എണ്ണമാണ് ക്വാണ്ടിറ്റി കൊടുത്തത്. ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്നത് 50 ആയിരിക്കാം, റിസീവ് ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ച് 50 എണ്ണം നമ്മൾ റിസീവ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കത് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ല ഇതിലൊരു മാറ്റമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്ത് പോകാം. പക്ഷേ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാത്രമേ റിസീവ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ അവിടെ ഗോ ഡൗൺ 1 എൻ്റർ ചെയ്ത് വന്നപ്പോഴേക്കും അവിടെ ക്വാണ്ടിറ്റി ഫീൽഡിൽ വന്നല്ലേ. അപ്പം ഞാനത് എഡിറ്റ് ചെയ്യുവാണ്. ഒരു 25 മാത്രം റിസീവ് ചെയ്യുന്നതായിട്ട് കാണിച്ചു. 25 ഓർഡറിന് അഗേൻസ്റ്റ് 25 റിസീവ് ചെയ്യുന്നു. ദെൻ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്തു. ഇത്രയുള്ള പർച്ചേസ്. അത് കഴിഞ്ഞ് കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യുവാണ്. സേവ് ചെയ്തു. ഇനി തിരിച്ച് ഞാൻ റിപ്പോർട്ടിൽ ഗേറ്റ് വേ ടാലിക്കകത്ത് വന്നു. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻവെൻട്രി റിപ്പോർട്ട് എടുക്കാം. ഇൻവെൻട്രി ബുക്സ് എടുക്കുക. അതിനകത്ത് സ്റ്റോക്ക് ഐറ്റം എന്തായിരുന്നു, ഗാലക്സി M20 ആയിരുന്നു നമ്മുടെ സ്റ്റോക്ക്. ഗാലക്സി M20 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് കണ്ടോ, 63 ആയിട്ടുണ്ട് ടോട്ടൽ. നേരത്തെ 38 ആയിരുന്നു, ഇപ്പോൾ 63 ആയിട്ടുണ്ട്. പർച്ചേസ് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഓർഡേഴ്സ് കാണാൻ വേണ്ടിയിട്ട്, അതായത് ഏതെങ്കിലും ഓർഡേഴ്സ് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഡറിന് അഗെയിൻസ്റ്റ് നമ്മൾ എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാണാനായിട്ട് ഗേറ്റ് വേ ടാലിക്കകത്ത് വന്നു. ഇതിനകത്ത് ഡിസ്പ്ലേക്കകത്ത് വരിക. ഡിസ്പ്ലേക്കകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി എടുക്കുക. അതിനകത്ത് സെയിൽ ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്സ്, പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ടത് പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്സ് ആണ്. സോ പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് എടുത്തു. അന്ന് ഗ്രൂപ്പ് വൈസ് നമുക്ക് വ്യൂ ചെയ്ത് നോക്കാം, കാറ്റഗറി വൈസ് വ്യൂ ചെയ്ത് നോക്കാം, എങ്ങനെ വേണമെങ്കിലും വ്യൂ ചെയ്യാം. അപ്പം ഞാൻ സ്റ്റോക്ക് ഐറ്റം വൈസ് വ്യൂ ചെയ്യുവാണ്. സ്റ്റോക്ക് ഐറ്റം ഇതായിരുന്നു ഗാലക്സി M20 സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ കാണാം ക്വാണ്ടിറ്റി 25 ഉണ്ട്. അതായത് നമ്മുടെ പെൻഡിങ് ഓർഡേഴ്സ് ആണ് കാണിക്കുന്നത് കണ്ടോ, പെൻഡിങ് ഓർഡേഴ്സ്. അപ്പോൾ എത്രയാണ് നമുക്ക് ബാലൻസ് പെൻഡിങ് ഓർഡർ ചെയ്തിട്ട് ബാലൻസ് ഉള്ളത് റിമൈനിങ് ഉള്ളതെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടോ. പ്രൈം ട്രേഡേഴ്സിന് 2-ാം തീയതി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ നമ്പർ 01 ആണ്. ഓർഡർ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 50 ആണ്. ബാലൻസ് ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് 25 ആണ്. പിന്നെ ഡ്യൂ ഡേറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാണാം. ഇതാണ് പർച്ചേസ് ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട് കാണുന്ന പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെയിൽ ഓർഡർ ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. സെയിൽ ഓർഡർ ചെയ്യാനായിട്ട് ഗേറ്റ് വേ ടാലിക്കകത്ത് ഓർഡർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി സെയിൽ ഓർഡർ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ പർച്ചേസ് ഓർഡറിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇനി നമ്മൾ സെയിൽ ഓർഡറാണ് ചെയ്യാൻ പോകുന്നത്. സെയിൽ ഓർഡറിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് Alt+F5 ആണ്. Alt+F5 സെലക്ട് ചെയ്തു.
അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യമേ തന്നെ നമുക്ക് വൗച്ചർ ഡേറ്റ് കൊടുക്കാം. സെയിൽ ഓർഡർ എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു കസ്റ്റമർ നമുക്ക് തരുന്ന, നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഓർഡറാണ് സെയിൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ വൗച്ചർ ഡേറ്റ് കൊടുക്കാം. വൗച്ചർ ഡേറ്റ് ഒരു ഡേറ്റ് കാണിച്ചു. ഞാനിവിടെ എക്സാമ്പിളായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു സൺട്രി ക്രെഡിറ്റ് ഗാലക്സി A30 എന്ന് പറയുന്ന ഐറ്റം 50 നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഓർഡർ തരുവാണ്. ഈ ഒരു എക്സാമ്പിളാണ് നമുക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ടി അക്കൗണ്ട് നെയിമിൽ വന്നു. നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബൽ എൻ്റർപ്രൈസസ്. എന്ന് അടിച്ചു കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ലിസ്റ്റിൽ ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന സൺട്രി ഡെപ്റ്റർ നമുക്ക് വന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്കൊരു പുതിയ സൺട്രി ഡെപ്റ്ററിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് Alt+C കൊടുക്കുക. ലെജർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. Alt+C കൊടുത്തു. സൺട്രി ക്രെഡിറ്റ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സ്. ബാലൻസസ് ബിൽ ബൈ ബിൽ ഒക്കെ എസ് ആക്കി കൊടുക്കുക. ബാക്കി നമുക്ക് കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ എൻ്റർപ്രൈസസ് സേവ് ആയിട്ടുണ്ട്. ഇനി കൊടുക്കേണ്ടത് നമ്മുടെ ഓർഡർ നമ്പർ എന്തായിരുന്നു? SO/01 എന്ന് പറയുന്ന ഓർഡർ നമ്പറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ സെയിൽസ് വൗച്ചർ കൊടുക്കുക. ദെൻ ഏത് ഐറ്റമാണോ നമുക്ക് ഓർഡർ കിട്ടിയത്, ഏത് ഐറ്റത്തിൻ്റെയാണോ ഓർഡർ കിട്ടിയത്? ഗാലക്സി A30. സോ ഗാലക്സി A30 കൊടുത്തു. അതുപോലെ തന്നെ ഒരു ഡ്യൂ ഡേറ്റ് കാണിക്കുക. ഗോഡൗൺ, ഏത് ഗോഡൗണിൽ നിന്നാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഗോഡൗണും കാണിക്കുക. ക്വാണ്ടിറ്റി 50 കൊടുത്തു. റേറ്റ് 38,000 തന്നെയാണ് നമ്മുടെ ഓർഡറിലുള്ള റേറ്റ്. അപ്പോൾ റേറ്റ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, എൻ്റർ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെയിൽ ഓർഡർ. കൺട്രോൾ ചെയ്ത് കൊടുത്ത് ഞാൻ സേവ് ചെയ്യുവാണ്. നമ്മുടെ സെയിൽ ഓർഡർ സേവ് ആയിട്ടുണ്ട്. ഇനി ഇതിന് എഗെയിൻസ്റ്റ് സെയിൽ ചെയ്യുന്നത് കാണിക്കാം. സെയിൽ ചെയ്യാനായിട്ട് നമുക്ക് അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പോകണം അല്ലേ. ഒന്നുകിൽ നമുക്ക് അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പോകാൻ ഗേറ്റ് വേ ടാലിക്കകത്ത് പോയിട്ട് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വൗച്ചേഴ്സിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പോകാവുന്നതാണ്. ഇവിടെ നമുക്ക് വെർട്ടിക്കൽ ബട്ടൺ ബാറിൽ കാണാം F1 കണ്ടോ, അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് ഷോർട്ട് കീ F1 സെലക്ട് ചെയ്താൽ മതി. F1 സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വന്നു. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെയിലാണ്. അപ്പോൾ സെയിൽ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തു. ഷോർട്ട് കീ F8. ഡേറ്റ് കൊടുക്കാം. വൗച്ചർ ഡേറ്റ് കൊടുക്കാം. വൗച്ചർ ഡേറ്റ്, റെഫറൻസ് നമ്പർ, ഇൻവോയ്സ് നമ്പർ കൊടുക്കാം. പാർട്ടി അക്കൗണ്ട് നെയിം, നമ്മുടെ പാർട്ടി ഇതായിരുന്നു ഗ്ലോബൽ എൻ്റർപ്രൈസസ് സെലക്ട് ചെയ്യുക. ഗ്ലോബൽ എൻ്റർപ്രൈസസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സ് വരുന്നുണ്ട് കണ്ടോ. ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സ് ഏതാണോ നമ്മുടെ ലിസ്റ്റ്, അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഓർഡറേ ഉള്ളൂ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അവിടെ ലിസ്റ്റായിട്ട് താഴത്തോട്ട് ഉണ്ടാവും. അപ്പോൾ ഏതാണോ നമ്മുടെ ഓർഡർ, ഏത് ഓർഡറിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഓർഡർ സെലക്ട് ചെയ്ത് കാണിക്കുക. പർച്ചേസിൽ ചെയ്തതുപോലെ തന്നെയാണ്. ദെൻ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കി ഡീറ്റെയിൽസ് അവിടെ നമ്മുടെ വൗച്ചറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഇതുപോലെ ഓർഡർ കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ബാലൻസ്, അതായത് ഫുൾ ക്വാണ്ടിറ്റി നമ്മൾ ഡെലിവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി അവിടെ മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഫുള്ള് സെയിൽ ചെയ്യുന്നതായിട്ട്, അതായത് നമുക്ക് എത്രയാണോ ഓർഡർ, നമ്മുടെ 50 നമ്മൾ റിസീവ് ചെയ്ത ഓർഡർ 50 ക്വാണ്ടിറ്റി ഞാൻ അവിടെ സെയിൽ ചെയ്യുന്നതായിട്ട് കാണിക്കുവാണ്. 50 ഓക്കെ, അത് കഴിഞ്ഞ് സേവ് ചെയ്യുവാണ്. അക്സെപ്റ്റ് ചെയ്തു. കൺട്രോൾ ചെയ്ത് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഒന്ന് റിപ്പോർട്ട് എടുത്ത് നോക്കാം. റിപ്പോർട്ട് നമ്മുടെ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് സെയിൽ ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള. ഔട്ട്സ്റ്റാൻഡിങ് സെയിൽ ഓർഡർ ഇപ്പോൾ ഡിസ്പ്ലേയിൽ ഉണ്ടാവില്ല അല്ലേ, കാരണം നമ്മൾ ഫുള്ളും സെയിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഡിസ്പ്ലേക്കകത്ത് വരിക, സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി, അതിനകത്ത് സെയിൽ ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് എടുക്കുക. സ്റ്റോക്ക് ഐറ്റം ഏതായിരുന്നു നമ്മുടെ സ്റ്റോക്ക്? ഗാലക്സി A30. അപ്പോൾ നമുക്ക് പെൻഡിങ് ഒന്നുമില്ല കണ്ടോ, അവിടെ നില്ലാണ്. കാരണം നമ്മൾ 50 എണ്ണമാണ് സെയിൽ ഓർഡർ നമുക്ക് റിസീവ് ചെയ്തത്. 50 ക്വാണ്ടിറ്റി നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്കവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഒന്നും തന്നെ ഇല്ല. ഇതാണ് നമ്മുടെ പാത്ത്. അപ്പം നമ്മുടെ ഇന്നത്തെ സെയിൽ ഓർഡറും പർച്ചേസ് ഓർഡറും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് നമ്മുടെ എക്സസൈസിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ചെയ്ത പർച്ചേസ് ആൻഡ് സെയിൽ ഓർഡേഴ്സ് ചെയ്ത് നോക്കാനായിട്ട് 2 എൻട്രീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള APC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഓപ്പൺ ചെയ്യുക.
പിന്നെ ജ്യോതി ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സൺട്രി ക്രെഡിറ്ററിന് നമ്മളൊരു ഓർഡർ കൊടുക്കുവാണ് അങ്ങോട്ട്. V30 എന്ന് പറയുന്ന മൊബൈലാണ് ഓർഡർ ചെയ്യുന്നത്, 50 ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ സെയിൽ ഓർഡർ കിട്ടുവാണ്, നമ്മൾ റിസീവ് ചെയ്യുവാണ്. മൊബൈൽ വേൾഡ് എന്ന് പറയുന്ന സൺട്രി ഡെപ്റ്റൻ്റെ കയ്യിൽ നിന്ന് 40 ഇഞ്ച് UHD OLED എന്ന് പറയുന്ന TV ആണ് നമുക്ക് ഓർഡർ കിട്ടുന്നത്. 35 എൻ്റെ ക്വാണ്ടിറ്റി. റേറ്റും ഒക്കെ നമുക്ക് സ്ക്രീനിൽ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഓർഡർ നമ്പേഴ്സും ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. 2 വൗച്ചേഴ്സും കോളം ഹെഡിങ്ങിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.